ഹലോ, ഇന്ന് പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക. കണ്ണുണ്ട്, കാതുണ്ട്, നാവുണ്ട്. കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം നമുക്കാവില്ല, സ്വന്തമാവില്ല. നാവ് കൊണ്ട് പറയുന്നത് സൂക്ഷിച്ചില്ലെങ്കിൽ അടി നമുക്ക് സ്വന്തമാവും. നാവ് കൊണ്ട് പറയുന്ന കാര്യം സൂക്ഷിച്ച് പറഞ്ഞില്ലെങ്കിൽ അടി നമുക്ക് സ്വന്തമാവും. പക്ഷെ കണ്ണിൽ കാണുന്നതെല്ലാം സ്വന്തമാവില്ല. അതാണ് കാരണം. ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു മതപണ്ഡിതൻ പ്രസംഗിക്കുകയാണ്. നബിദിനം, ഓണം ഒന്നാവാൻ പാടില്ല. നബിദിനം, ക്രിസ്മസ് ഒന്നാവാൻ പാടില്ല. ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ നബിദിനവും പിന്നെ ഓണം ഒന്ന് ചേർന്നല്ലോ. എടാ വിഡ്ഢിയായ മതി പണ്ഡിത, നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ പള്ളിക്കകത്ത് കയറി പറയണം. ചുമ്മാ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും പള്ളി പറഞ്ഞിട്ട് തല്ലുകൊള്ളാതെ, കരക്കാരെ തല്ലുകൊള്ളാൻ നോക്കല്ലോ കേട്ടോ. അത് വേറെ മതം, ഇത് വേറെ മതം. നിന്നെപ്പോലത്തെ നാറികൾ ഇങ്ങനത്തെ മതപണ്ഡിതന്മാരുണ്ടെങ്കിലേ, ഇങ്ങനത്തെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അയൽപക്കക്കാർ വരെ നമ്മളത്തെ ദുഷ്മനാവും, ശത്രുവാവും. ശത്രു എന്നല്ല, അവർ നമ്മളത്തെ എല്ലാവരും ഒരു കണ്ണിലേ കാണുള്ളൂ. എൻ്റെ പൊന്ന് നല്ല ഉസ്താദന്മാരെ ഇതേപോലത്തെ പരമ നാറികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നബിദിനവും ഓണം അത് അവരെ ആഘോഷിക്കട്ടെ. നമ്മൾ നബിതങ്ങൾ അങ്ങനെ ജാതി സ്പിരിറ്റ് പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടുണ്ടോടാ? എടാ മതപണ്ഡിത, നബിതങ്ങൾ ജാതി സ്പിരിറ്റ് പറഞ്ഞിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരാളത്ത് ഞങ്ങളോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നീ അമ്പലത്തിൽ പോയില്ലെങ്കിൽ പോകാത്തത്, നീ പള്ളിയിൽ പോയി, നീ നിൻ്റെ ചർച്ചിൽ പോയില്ലെങ്കിൽ പോകാത്തത് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദൈവഭയം ഉണ്ടാവുള്ളൂ. അപ്പം ലോകം സമാധാനമാവും. നിന്നെപ്പോലത്തെ മതപണ്ഡിതന്മാർ ഇങ്ങനത്തെ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ ചാണകസംഖ്യ, നിന്നെയല്ലേ ചാണകം എന്ന് വിളിക്കേണ്ടത്? നിന്നെയല്ലേ കൂടുതൽ ചാണകസംഖ്യ എന്ന് വിളിക്കേണ്ടത്? എൻ്റെ പൊന്നു ഉസ്താദന്മാരെ യവന്മാരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കേട്ടോ. ചുമ്മാ ഓരോരുത്തന്മാർ കയറി ഇരുന്നും കൊണ്ട് അതും ഇത് പ്രസംഗിച്ചിട്ട് അറിയാല്ലെങ്കിൽ അറിയാത്ത കാര്യം പ്രസംഗിക്കരുത്. നീയൊക്കെ തെണ്ടിത്തനം വിളിച്ച് പറയുന്നതിൽ അത് രോഷം കൊള്ളും. ദൈവവിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ആർക്കാ ദൈവവിശ്വാസമുണ്ട്? ക്രിസ്ത്യാനിക്കുണ്ടോ? ഹിന്ദുവിനുണ്ടോ? മുസ്ലിമിനുണ്ടോ? മുസ്ലിമിന് തീരെയില്ല. അള്ളാനെ വിശ്വാസമില്ല. അള്ളാനെ വിശ്വാസം ഉണ്ടെങ്കിൽ അജികർമ്മം ചെയ്യാൻ പോകുന്ന ആ പൈസ കൊണ്ട് അടുത്ത ആൾക്കാർക്ക് ആ ദാനം ചെയ്താൽ മതി. ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത കൊല്ലം നമുക്ക് പോവാം. അങ്ങനെ പറഞ്ഞാലും മതി. കാരണം അള്ളാനെ വിശ്വാസമില്ല, അവിടെ ചെന്നേ പറ്റുള്ളൂ. ലോക കോടീശ്വരനായ അള്ളാഹ് അവൻ ദയാലുവാണ്. അവനെപ്പറ്റി നിങ്ങൾ പേടിപ്പിച്ചിട്ട്, അള്ളാനെ നിങ്ങൾ പേടിപ്പിച്ചിട്ട് ഒരു കാര്യം നിർബന്ധിക്കല്ലേ. ഇങ്ങനെ മതങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന വാക്കുകൾ നിങ്ങൾ പറയല്ലേ മതപണ്ഡിതന്മാരെ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഒരു ഒത്തൊരുമയില്ല. ഇന്ന് ലൈബോയ് സോപ്പിൻ്റെ പരസ്യം പോലെയാണ്. മതപണ്ഡിതന്മാർ ലൈബോയ് സോപ്പിൻ്റെ പരസ്യം പോലെയാണ്. ലൈബോയ് എവിടെയുണ്ട് അവിടെയാണ് ആരോഗ്യം. പൈസക്കാരെവിടെയുണ്ട് അവിടെയാണ് മതപണ്ഡിതന്മാരെ ചിരി, മതപണ്ഡിതന്മാരുടെ കൈകൊടുപ്പ്. പാവപ്പെട്ട ഞങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു സൈസ് പുച്ഛമാണ്. നിങ്ങൾ തന്നെ എല്ലാം പറയുകയും ചെയ്യും, നിങ്ങൾക്ക് തന്നെ എല്ലാം അറിയുകയും ചെയ്യാം. തെണ്ടിത്തരം കാണിക്കുന്നത് നിങ്ങൾ. ഞങ്ങളത് പാവപ്പെട്ടവരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാതെ പോകും. പൈസക്കാരുടെ വീട്ടിൽ ചാടി എഴുന്നേറ്റ് പോകും. കാസർഗോഡിൽ എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞതാണ്,
ജാഫർ എന്ന് പറഞ്ഞ ഒരുത്തൻ പറഞ്ഞതാ കാസർഗോഡിൽ. പാവപ്പെട്ടവരെ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ വിരിച്ചിരിക്കുന്നതിൽ എന്തെങ്കിലും പൂക്കളോ എന്തെങ്കിലും ഒരു പടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ പറയും. ഏത് നേർച്ച സമയത്ത്. അതേസമയം ഒരു പൈസക്കാരൻ്റെ വീട്ടിൽ അതുണ്ടെങ്കിലോ അത് നല്ലത്, അവർക്കൊന്നും പറയില്ല. അള്ളാഹ് പാവപ്പെട്ടവനെ പണക്കാരെ സൃഷ്ടിച്ചിട്ടുണ്ടോ? അള്ളാഹു താലയ്ക്ക് അങ്ങനെ ഒരു ഇതില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇല്ലല്ലോ. നബി തങ്ങൾ തന്നെയല്ല പറഞ്ഞിട്ടുണ്ട്, അന്ധനായ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 2 പ്രാവശ്യം വിളിച്ചപ്പോൾ നബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കോടീശ്വരനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അബദ എന്ന് പറഞ്ഞ സൂറത്തിലുണ്ട്, ഇഷ്ടപ്പെട്ട നെറ്റെന്ന് ചുളുങ്ങിയതേ ഉള്ളൂ. അപ്പോഴാണ് അള്ളാഹു താല ജിബ്രീലിനടുത്ത് പറഞ്ഞു വിട്ട് 13 പ്രാവശ്യം പറയാൻ പറഞ്ഞു, അങ്ങ് ചെയ്ത തെറ്റായിപ്പോയെന്ന് 13 പ്രാവശ്യം പറഞ്ഞാൽ. അതിനെപ്പറ്റി നിങ്ങൾക്കറിയാമല്ലോ. അള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിട്ടിട്ടില്ല. പാവപ്പെട്ടവരെ സൃഷ്ടിക്കുന്ന അള്ളാഹല്ലേ. നീ ഇങ്ങനെ കിടന്നുകൊണ്ട് വിഡ്ഢിവേഷം പറയല്ലേ. നബിദിനവും പിന്നെ ക്രിസ്മസും ഒന്നിച്ച് പാടില്ല, ഓണവും നബിദിനവും ഒന്നിച്ച് പാടില്ല. എന്താ പാടുന്നത്? അവിടെ എന്താ പാടുന്നത് പറ. അവരെ ആഘോഷിച്ചിട്ട് നമ്മളെ ആഘോഷിക്കും. നിന്റെ വിശ്വാസം നിനക്ക്, എൻ്റെ വിശ്വാസം എനിക്ക്. സൂറത്തുൽ കാഫിറിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നബിയെ പറയുക, അല്ലയോ സത്യനിഷേധികളെ, നിങ്ങൾ ആരാധിക്കുന്ന ഒന്നിനെ ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കുന്ന ഇലാഹിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ വഴി, എനിക്ക് എൻ്റെ ദീൻ എന്നാണ് പറഞ്ഞിരിക്കാൻ. കാഫ്രൂനിൽ, സൂറത്തുൽ കാഫ്രൂനിൽ. വെറുതെ വിട്ടിത്തനം വിളിച്ച് പറയല്ല കേട്ടോ ഉസ്താദന്മാരെ. നിന്നെയൊക്കെ ഉസ്താദെന്ന് വിളിക്കാൻ തന്നെ നാണക്കേടാ. നീ ചുമ്മാ ഇരുന്നും കൊണ്ട് നബിദിൻ അങ്ങനെ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പള്ളിക്കകത്ത് പറയുന്നേ. നീ അവസാന കാലത്തെ മതപണ്ഡിതനാവല്ലേ കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വരാൻ പോകുന്ന പണ്ഡിതന്മാർ ഇതേപോലത്തെ വൃത്തികെട്ടവന്മാർ ലോകത്തുണ്ടാവില്ല എന്ന്. ജനങ്ങൾ നന്നാവും, മതപണ്ഡിതന്മാർ വൃത്തികെട്ടവന്മാരാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പള്ളിക്കകത്ത് കയറി എന്ന് പറ. സോഷ്യൽ മീഡിയയിൽ കയറിയെന്നല്ല പറയേണ്ടത്. മറ്റുള്ളവർ ചിരിക്കുന്നവരിപ്പോൾ ചിരിക്കാതെ ഇരിക്കുന്നുണ്ട് ഞങ്ങളെ കാണുമ്പോൾ. ഞങ്ങളെപ്പോലത്തെ മുസ്ലിങ്ങളെ കാണുമ്പോൾ, എടാ പട്ടികളെ, നിങ്ങളൊക്കെ സംസാരിക്കുന്നതിൽ ഞങ്ങളെപ്പോലത്തെ മുസ്ലിങ്ങളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ചിരി വരുന്നില്ല. നിങ്ങൾ ഈ വർഗീയം തുപ്പിയിട്ട്, നിങ്ങൾ ഈ വർഗീയം തുപ്പുന്നതിൽ, നിങ്ങൾ ഈ മതപണ്ഡിതന്മാർ വർഗീയം തുപ്പുന്നതിൽ ഞങ്ങളെപ്പോലെയുള്ള മറ്റുള്ളവർ കാണുമ്പോൾ, ഞങ്ങളെപ്പോലുള്ളവരെ കാണുമ്പോൾ ചിരിക്കാൻ മടിക്കുന്നു. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അള്ളാനെ ഓർത്ത് നിങ്ങൾ ഈ വിഷം തുപ്പല്ലേ. നിങ്ങൾ ഇങ്ങനെ വിഷം തുപ്പരുത് കേട്ടോ, സോഷ്യൽ മീഡിയയിൽ കയറിയിരുന്നു കൊണ്ട്. മേലെ ഇങ്ങനെ വിഷം തുപ്പരുത് കേട്ടോ. മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ ചിരിക്കുന്നില്ല, ശത്രുക്കളായിട്ടാണ് കാണുന്നത്. ശരിയെന്നാ.